പൊതുവെ നമ്മളുടെ ചർച്ചകളിൽ ആശയപരമായ പ്രത്യയശാസ്ത്രപരമായ കാര്യങ്ങളാണ് ചർച്ച ചെയ്യാറ്. നമ്മൾ വിദ്യാഭ്യാസ രംഗത്തും ഒരു പരിധിവരെ അങ്ങനെയാണ് സംഭവിക്കുക. നമ്മളെല്ലാവരും സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചിട്ടുള്ളവരാണ്. സ്കൂളിലും കോളേജിലും നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് കിട്ടുന്നത് അറിവാണ്. നമുക്ക് കിട്ടുന്ന അറിവ് പരിശോധിക്കുന്നതിനെയാണ് നമ്മൾ എക്സാമിനേഷൻ, പരീക്ഷ എന്ന് പറയുന്നത്. നമ്മൾ പ്രൊഫഷണൽ എഡ്യൂക്കേഷനിലേക്കാണ് പോകുന്നതെങ്കിൽ, എഞ്ചിനീയറിങ്ങിനോ മെഡിസിനോ സോഷ്യൽ വർക്ക് പോലെയാണെങ്കിൽ, നമ്മളുടെ അറിവോടൊപ്പം കുറെ പ്രായോഗികമായ കഴിവുകളും സ്കിൽസും നമുക്ക് ലഭിക്കും. അപ്പോൾ വിദ്യാഭ്യാസം പൊതുവെ അറിവിൻ്റെയും കഴിവുകളുടെയും തലത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ് നടക്കുന്നത്. അതുകൊണ്ട് ഈ അറിവും കഴിവും ഉള്ള ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ എങ്ങനെ മാറ്റം വരുത്തണം എന്നതിനെ പറ്റി വ്യക്തമായ ധാരണ പലപ്പോഴും ഉണ്ടാകണമെന്നില്ല. ഭാഗ്യം കൊണ്ട് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു, നിർഭാഗ്യം കൊണ്ട് അനിഷ്ടകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നൊക്കെയാണ് പൊതുവെ ആളുകൾ പറയാറ്. നമ്മൾ കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് അറിവ് കിട്ടാറുണ്ട്. ഈ അറിവ് പ്രായോഗികമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിന് നമ്മൾ കഴിവുകൾ എന്ന് പറയും. പക്ഷെ അതിന് അനുയോജ്യമായ ഒരു മനോഭാവമോ അതിൻ്റെ വേണ്ടിയുള്ള ചില മൂല്യ സംഹിതയോ വാല്യൂ സിസ്റ്റമോ ഒന്നും പൊതുവെ നമ്മൾ സ്വായത്തമാക്കാറില്ല. വിദ്യാഭ്യാസ പ്രക്രിയയിൽ അതൊക്കെ പറയും. B.Ed പഠിക്കുമ്പോൾ നമ്മൾ പറയും വി മസ്റ്റ് ഹാവ് നോളജ്, വി മസ്റ്റ് ഹാവ് സ്കിൽ, വി മസ്റ്റ് ഹാവ് പ്രോപ്പർ ആറ്റിറ്റ്യൂഡ്സ്, വി മസ്റ്റ് ഡെവലപ്പ് വാല്യൂ സിസ്റ്റം, വാല്യൂ ഓറിയന്റേഷൻ പ്രോഗ്രാം. ഇങ്ങനെ പല പരിപാടികളുണ്ടെങ്കിലും പല ആളുകൾക്കും ഇതൊന്നും ലഭിക്കാറില്ല എന്നുള്ളതാണ് സത്യം. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ കുട്ടികളുടെ മാർക്ക് എത്രയാണോ, എത്ര പെർസെൻറ്റേജ് ആണോ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത ലെവലിലേക്കുള്ള ആളുടെ സ്ഥാനം എന്നുള്ളതാണ്. കാരണം നമുക്ക് ഈ അടുത്ത കാലം വരെയും നമുക്ക് പരീക്ഷയിൽ കിട്ടുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അഡ്മിഷൻ കിട്ടിയിരുന്നത്. ഈ അടുത്ത കാലത്താണ് കുറെ കൂടി എൻട്രൻസ് ടെസ്റ്റും മറ്റ് കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കിനെ അടിസ്ഥാനമായ, അറിവിനെ അടിസ്ഥാനമായ കാര്യങ്ങൾ മാത്രമേ നമ്മളുടെ വിദ്യാഭ്യാസത്തിൽ നടക്കാറുള്ളൂ. പലപ്പോഴും കഴിഞ്ഞ ഒരു 10 കൊല്ലമായിട്ട് ഞാൻ പല മീറ്റിങ്ങുകളിലും സാധാരണ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നോളജ് ആൻഡ് അവെയർനെസ്? ഈ അറിവും അവബോധവും തമ്മിൽ എന്താണ് വ്യത്യാസം? നമുക്ക് ധാരാളം അവബോധം വേണം, ബോധവൽക്കരണം വേണം, സാമൂഹ്യ അവബോധം വേണം, സ്വയം അവബോധം വേണം എന്നൊക്കെ പല വേദികളിലും പലരും പറയാറുണ്ട്. 1994 WHO തേർഡ് വേൾഡ് കൺട്രീസിന്, ഡെവലപ്പിംഗ് കൺട്രീസിന് വേണ്ടി നമുക്ക് ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ വേണമെന്ന് പറയണ്ടായി. കാരണം അറിവും കഴിവുകളും ധാരാളം ഉണ്ട്, പക്ഷേ ജീവിതത്തിന് വേണ്ടതായ ചില പ്രായോഗികമായ ജ്ഞാനം അല്ലെങ്കിൽ കഴിവുകൾ നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കുന്നില്ല എന്ന ഒരു വിലയിരുത്തലിന്റെ വെളിച്ചത്തിലാണ് ഈ ഒരു നിർദ്ദേശം വന്നത്. ഈ അടുത്ത കാലത്താണ് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജ് അവരുടെ 3rd സെമസ്റ്ററിൽ 10 ലൈഫ് സ്കില്ലുകൾ പഠിപ്പിക്കണം എന്ന് വന്നത്. കേരളത്തിലെ യുണിസെഫിന്റെ സഹായത്തോടുകൂടി SCERT ലൈഫ് സ്കിൽ എഡ്യൂക്കേഷന് വേണ്ടി ഒരു സമിതി തന്നെ ചർച്ച ചെയ്തു. ഐ വാസ് ഓൾസോ പാർട്ട് ഓഫ് ദ ഡിസ്കഷൻ. ദേ ആർ പ്രിപ്പയർഡ് എ ലോട്ട് ഓഫ് മോഡ്യൂൾസ്. പക്ഷെ ഇപ്പോഴും നമുക്ക് എല്ലാ സ്കൂളുകളിലും അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ലൈഫ് സ്കില്ലിനെ പറ്റി നമ്മൾ പറയുമ്പോൾ ആദ്യത്തെ ലൈഫ് സ്കില്ലായിട്ട് പറയുന്നത് സെൽഫ് അവെയർനെസ് ആണ്. പക്ഷെ ഈ അവെയർനെസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പലപ്പോഴും വ്യക്തമല്ലാത്തതുകൊണ്ട് ഇത് വേണ്ട രീതിയിൽ ആളുകൾക്ക് ലഭിക്കുന്നുണ്ടോ, ഈവൻ ട്രെയിനേഴ്സിന് തന്നെ കിട്ടുന്നുണ്ടോ എന്നൊക്കെ സംശയം പലപ്പോഴും തോന്നാറുണ്ട്. നമുക്ക് ഈ ചർച്ചയ്ക്ക് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നോളജ് ആൻഡ് അവെയർനെസ്? അറിവും അവബോധവും തമ്മിൽ എന്താ വ്യത്യാസം? ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. ജസ്റ്റ് ഓർ യു ക്യാൻ പുട്ട് ഇൻ ദ ചാറ്റ് ബോക്സ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നോളജ് ആൻഡ് അവെയർനെസ്? നമുക്കൊരു ചർച്ചയിലൂടെ അല്പം കൂടി മുന്നോട്ട് പോകാം എന്ന് കരുതുന്നു. അപ്പോഴത്തേനും കുറച്ചുകൂടി പേര് ആളുകൾ ചേരും. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഈ അറിവും അവബോധവും തമ്മിൽ ഉള്ള വ്യത്യാസം? നമ്മൾ സാധാരണ ഇപ്പൊ ഒരു മേശയും ഒരു കസേരയും തമ്മിൽ വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആളുകൾക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഫ്ലോറും ഒരു വാളും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാൻ പറ്റും. രണ്ടും ഒരേ മെറ്റീരിയൽ ആണെങ്കിലും വ്യത്യസ്തമായ തലങ്ങളിലാണ്. ഒന്ന് പെർപെൻഡിക്കുലർ തലത്തിലാണ്, ഒരെണ്ണം ഹൊറിസോണ്ടൽ തലത്തിലാണ്, അതിന്റെ ഉപയോഗം വ്യത്യാസമാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. സാധാരണ കൊളോക്കിയൽ ലാംഗ്വേജ് പറയും അറിവും അവബോധത്തിന് അറിവും തിരിച്ചറിവും എന്ന് ചിലപ്പോൾ പറയാറുണ്ട്, അല്ലെങ്കിൽ അറിവും വിജ്ഞാനവും എന്ന് പറയാറുണ്ട്. നോളജ് ആൻഡ് വിസ്ഡം എന്നൊക്കെ പല വാക്കുകൾ പറയും. കേരളത്തിൽ പൊതുവെ പറയാറുള്ളത് ആൾക്ക് നല്ല വിവരമുണ്ട് പക്ഷെ ഒരു വിവരമില്ല എന്ന് ചിലപ്പോൾ പറയും. സോ ദർ ഈസ് എ ഡിഫറൻസ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. വാട്ട് ഈസ് എക്സാക്ട്ലി ദ ഡിഫറൻസ്? അതായത് നമുക്ക് അറിവ് ലഭിക്കുന്നത് നമ്മളുടെ 5 സെൻസസിലൂടെയാണ്. നമ്മൾ കാണുന്നു, കേൾക്കുന്നു, രുചിച്ചറിയുന്നു.
ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ബ്രെയിനിൽ ഒരു കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്യുന്ന പോലെ പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന ഒരു പ്രോഡക്റ്റിനെയാണ് നമ്മൾ അറിവ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ബേസിക്കലി കൊഗ്നിറ്റീവ് ഡയമെൻഷൻ. അതായത് നമ്മുടെ ബുദ്ധിയിൽ നടക്കുന്ന ഒരു കാര്യമാണത്, നമ്മുടെ ചിന്തയായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യമാണ് ഈ അറിവ് എന്ന് പറയുന്നത്. ഈ അറിവ് തന്നെ നമുക്ക് 4 തലങ്ങളിലുണ്ട്. ഏറ്റവും താഴെയുള്ള തലം എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ആണ്. അത് ആർക്കും കൊടുക്കാം. ഒരു സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തേക്ക് ഇത്ര ദൂരമുണ്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് ഇത്ര തൂക്കമുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു ഇൻഫർമേഷൻ ആണ്. കിട്ടുന്ന ഇൻഫർമേഷൻ ഒരു പേഴ്സണലൈസ് ചെയ്യുമ്പോഴാണ് അതൊരു നോളജ് ആവുന്നത്. ഉദാഹരണത്തിന് നമ്മൾ 3 വയസ്സൊരു കുട്ടിയോട് അമ്മ പറയുന്നു തീയുടെ അടുത്ത് പോകരുത് പൊള്ളും എന്ന് പറഞ്ഞാൽ അമ്മ പറയുന്നത് കേട്ട് കുട്ടിയോടെ മാറി നിൽക്കണമെന്നില്ല. കുട്ടി പയ്യെ പയ്യെ തീയുടെ അടുത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്യും. അങ്ങനെ തീയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒരു സമയത്ത് ആ ചൂട് അനുഭവം, ദാറ്റ് ഈസ് ദ ഫീലിംഗ്, ദാറ്റ് ഈസ് ദ നോളജ്, പേഴ്സണൽ നോളജ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ, ഈ സെൻസസിലൂടെ കിട്ടുന്ന ഇൻഫർമേഷൻ നമ്മൾ പേഴ്സണലൈസ് ചെയ്യുന്ന ചില ഘട്ടങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ ഈ നോളജ് അല്ലെങ്കിൽ പേഴ്സണൽ നോളജ് എന്ന് പറയുന്നത്. ഈ നോളജ് അടുക്കും ചിട്ടയായിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്യുമ്പോഴാണ് അത് ആശയങ്ങളാവുന്നത്, ഐഡിയാസ് ആവുന്നത്. ഈ ഐഡിയാസ് പരസ്പരം ബന്ധപ്പെടുത്തുമ്പോൾ അതൊരു തിയറി ആവും, അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രം, ഐഡിയോളജി ആവും. ഉദാഹരണത്തിന് നമ്മൾ PhD ഒക്കെ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? വി കളക്ട് ദ ഡേറ്റ, യു പ്രോസസ് ദ ഡേറ്റ ആൻഡ് റിലേറ്റ് ദ ഡേറ്റ ആൻഡ് മേക്ക് എ തിയറി. ഹയർ ദി എഡ്യൂക്കേഷൻ, ലോവർ ദ സൂപ്പർസ്റ്റിഷൻ, അത് സോഷ്യൽ സയൻസിലെ ഒരു തിയറിയാണ്. അല്ലെങ്കിൽ വാട്ടർ ബോയിൽസ് 100 ഡിഗ്രി സെന്റിഗ്രേഡ് അറ്റ് സീ ലെവൽ, ഇറ്റ്സ് എ തിയറി ഇൻ ഫിസിക്സ്. അപ്പൊ എല്ലാ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ തിയറികളെല്ലാം ഈ പരീക്ഷണ നിരീക്ഷണങ്ങളുടെ കോസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ ബുദ്ധിയുടെ ഏറ്റവും ഹയസ്റ്റ് ലെവലാണ്. അപ്പൊ ഏറ്റവും അടിയിൽ ഇൻഫർമേഷൻ, അതിന്റെ മുകളിൽ പേഴ്സണൽ നോളജ്, അതിന്റെ മുകളിൽ ഐഡിയാസ്, അതായത് ആബ്സ്ട്രാക്ട് ചെയ്യുന്നത്. ഇപ്പൊ ചെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഉടനെ ഒരു രൂപമുണ്ട്. അതിന്റെ മുകളിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ ഈ ഐഡിയോളജി അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ തിയറി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ PhD ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഹയസ്റ്റ് ലെവലിൽ ഉള്ള ആളുകൾക്കാണ് അത് ചെയ്യാൻ പറ്റുന്നത്, ഈ റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ധാരാളം അറിവുള്ള ആൾക്ക് ഒരുപക്ഷെ PhD ചെയ്യാൻ പോകാൻ പറ്റില്ല. കാരണം അയാൾക്ക് ഈ ഒരു കോൺഗ്രുവൻസ്, ഇങ്ങനെ പരസ്പരം ബന്ധപ്പെടുത്താനുള്ള കഴിവുണ്ടാവണം. അപ്പൊ ഈ 4 ലെവലിലുള്ള നമ്മളുടെ ബുദ്ധിയെ അളക്കുന്ന ഇതിനെയാണ് നമ്മൾ IQ ടെസ്റ്റ്, ഇന്റലിജന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതാണ്. അപ്പൊ നമുക്ക് എത്ര ശതമാനം ഉണ്ട് എന്നറിയാൻ പറ്റും. ഇപ്പൊ മന്ദബുദ്ധികളായ കുട്ടികൾക്ക് ബിലോ ആവറേജ് ആയിരിക്കും, അപ്പൊ മെന്റലി റിട്ടാർഡ് ചിൽഡ്രൻ. അപ്പൊ നമുക്ക് ഇത് നമ്മളുടെ ബുദ്ധിയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മളുടെ പഠനത്തിന്റെ ഫലമായിട്ട് ഈ ബുദ്ധിയിലുള്ള വികാസം നടക്കുന്നുണ്ട്, അറിവ് നമ്മൾ സമ്പാദിക്കുന്നുണ്ട്, അത് പരസ്പരം ബന്ധപ്പെടുന്നുണ്ട്. ദിസ് ഈസ് ബേസിക്കലി എ കൊഗ്നിറ്റീവ് ഡയമെൻഷൻ, നമ്മുടെ ബുദ്ധിയിൽ നടക്കുന്ന കാര്യം. ഇതാണ് നമ്മളുടെ കൊഗ്നിറ്റീവ് ഡയമെൻഷൻ ഓഫ് പേഴ്സണാലിറ്റി എന്ന് സൈക്കോളജി പറയുന്നത്. ഇപ്പൊ മനഃശാസ്ത്രത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ 3 തലങ്ങളെ പറ്റി പറയാറുണ്ട്. നമ്മളുടെ ബുദ്ധിപരമായ കാര്യം, രണ്ടാമത് വികാരപരമായ കാര്യം, മൂന്നാമത് നമ്മുടെ പെരുമാറ്റം. അവരുപയോഗിക്കുന്ന വാക്ക് കൊഗ്നിറ്റീവ് ലെവൽ, അഫക്റ്റീവ് ലെവൽ ആൻഡ് കൊനേറ്റീവ് ലെവൽ, വില്ലിംഗ് എന്നുള്ള അർത്ഥത്തിൽ. ക്ലാസിക്കൽ സൈക്കോളജി ഈ 3 കാര്യങ്ങളാണ്. ഇതിനെ പരസ്പരം ബന്ധപ്പെടുത്തിയുള്ള പഠനത്തിനെയാണ് നമ്മൾ സൈക്കോളജി, മനഃശാസ്ത്രം എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ബിഹേവിയറൽ സയൻസ്. അപ്പൊ ആളുകളുടെ ബിഹേവിയർ നോക്കിയിട്ട് അവരുടെ അതിന്റെ പിന്നിലുള്ള ചിന്തകളും അതിന്റെ പിന്നിലുള്ള ആശയങ്ങളും അവരുടെ പ്രത്യയശാസ്ത്രങ്ങളും അവരുടെ ബിലീവ് സിസ്റ്റം ഒക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് മോഡേൺ സൈക്കോളജി പറയുന്നത്. ഇനി അവബോധം എന്ന് പറയുന്നത് കേവലം ബുദ്ധിപരമായ ഒരു കാര്യം മാത്രമല്ല. ഇറ്റ് ഈസ് നോട്ട്, ആഴത്തിലുള്ള അറിവിനെ അല്ല അവബോധം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശരി തെറ്റും മാത്രം മനസ്സിലാക്കുന്നതിനെ അല്ല അവബോധം എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു കാര്യം നടക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു ചിന്ത നടക്കുന്നുണ്ട്. ആ ചിന്തയുടെ ആ സംഭവമായിട്ട് നമുക്കൊരു വികാരമുണ്ട്. ഈ വികാരം നമ്മളെ ചില ബിഹേവിയർ, ഇന്റേണൽ ബിഹേവിയറോ എക്സ്റ്റേണൽ ബിഹേവിയർ. ഇന്റേണൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ പേടി ഉണ്ടാക്കാം, ദേഷ്യം ഉണ്ടാക്കാം, അസ്വസ്ഥ ഉണ്ടാക്കാം, ആശങ്കകൾ ഉണ്ടാക്കാം. എക്സ്റ്റേണൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ പ്രതികരിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു ബിഹേവിയറിലേക്ക് നമ്മൾ അതിനെ നയിക്കും. ഇതിനെയാണ് ഈ സമഗ്രമാക്കുന്ന ഈ 3 കാര്യങ്ങളും പ്ലസ് ആറ്റിറ്റ്യൂഡ് ആൻഡ് വാല്യൂസ്. അപ്പൊ 5 കാര്യങ്ങൾ ചേരുന്നതിനെയാണ് നമ്മൾ അവബോധം എന്ന് പറയുന്നത്. നമ്മുടെ ചിന്ത, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ, നമ്മുടെ മനോഭാവങ്ങൾ, നമ്മുടെ മൂല്യങ്ങൾ. ഈ 5 കാര്യങ്ങൾ സമഗ്രമായിട്ട് ഒരു വ്യക്തിക്ക് ഉൾക്കൊള്ളാൻ പറ്റുമ്പോഴാണ് അതിനെ അവബോധം എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നോളജ് വിൽ നോട്ട് ചേഞ്ച് അസ്. ഇറ്റ് ഈസ് ഗുഡ് ടു കളക്ട് ആൻഡ് റീപ്രൊഡ്യൂസ് ഇറ്റ്. നമുക്ക് പരീക്ഷയ്ക്ക് എഴുതി മാർക്ക് മേടിക്കാം. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവണമെന്നില്ല. ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവണമെങ്കിൽ നമ്മളുടെ ചിന്തയെയും വികാരങ്ങളെയും പെരുമാറ്റങ്ങളെയും മൂല്യങ്ങളെയും മനോഭാവങ്ങളെയും സമഗ്രമാക്കാനുള്ള കഴിവ് നമുക്ക് വേണം. ഇത് നിർഭാഗ്യവശാല് നമ്മുടെ സമൂഹത്തിൽ പൊതുവെ ഒരു ക്രോസ് സെക്ഷൻ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒരു 10% കൂടുതൽ ആളുകൾ കാണാൻ സാധിക്കും. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
ഇനി നമ്മൾ ഈ അവബോധം, നമ്മൾ ചിന്തയെ പറ്റി പറയുമ്പോൾ തന്നെ ഒരു കാര്യം പ്രത്യേകം എടുത്ത് മനസ്സിലാക്കണം, ചിന്ത എപ്പോഴും വളരെ കോൺഷ്യസ് ആവണമെന്നില്ല. വി ഹാവ് ഓൾസോ കോൺഷ്യസ് തിങ്കിങ് ആൻഡ് ഓൾസോ ഡേ ഡ്രീമിങ്, ദിവാസ്വപ്നം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ചിലരെങ്കിലും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നുണ്ടാവുമായിരിക്കും. വല്ല പുസ്തകം നോക്കിയോ അല്ലെങ്കിൽ പടം കാണുകയോ, ദീസ് ആർ ഓൾ പോസിബിൾ. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് വരാം. നമ്മൾ ക്ലാസ്സിലൊക്കെ കോളേജിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷേക്സ്പിയർ പഠിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ടെമ്പസ്റ്റോ അല്ലെങ്കിൽ മാക്ബത്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ ചിന്ത ചിലപ്പോൾ വീട്ടിലെ അടുക്കളയിൽ എന്താ നടക്കുന്നത് എന്നുള്ളതായിരിക്കാം. ദിസ് ഇസ് ക്വൈറ്റ് പോസിബിൾ ഫോർ ഹ്യൂമൻ ബീങ്സ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ ഡേ ഡ്രീമിങ് അല്ലെങ്കിൽ ദിവാസ്വപ്നം, ഫാന്റസി തിങ്കിങ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് എല്ലാവർക്കും ഉണ്ട്. അതൊരു ഷോർട്ട് ടൈം ആയിരിക്കും, ലോങ് ടൈം ആയിരിക്കും. ചിലപ്പോഴൊക്കെ നമ്മൾ പുസ്തകമൊക്കെ വായിച്ചു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചോദിക്കും നമ്മോട് തന്നെ, വാട്ട് ഡിഡ് ഐ റീഡ്? നമുക്ക് ഓർമ്മയില്ല, നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു. കാരണം ആ സമയത്ത് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി മൈൻഡ് എവിടെയോ പോയി. ഈവൻ പ്രാർത്ഥിക്കുമ്പോൾ പോലും അങ്ങനെ സംഭവിക്കും. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അമ്മ പറയും അടുക്കളയുടെ വാതിൽ അടച്ചോ അല്ലെങ്കിൽ ഫ്രിഡ്ജ് ഓഫ് ചെയ്തോ എന്നൊക്കെ പറയുന്നതിന്റെ കാരണം അതാണ്. സോ മെക്കാനിക്കലായിട്ട് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വായിക്കുകയോ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ TV കാണുകയോ ഒക്കെ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ മനസ്സ് വേറെ എവിടെ. ദിസ് ഈസ് സംതിങ് പോസിബിൾ ഫോർ. അപ്പൊ തിങ്കിങ് എപ്പോഴും കോൺഷ്യസ് ആവണമെന്നില്ല. കോൺഷ്യസ് ആയിട്ട് തിങ്കിങ് ഉണ്ട്, ഡെലിബറേറ്റ് തിങ്കിങ് ഉണ്ട്, ഫാന്റസി തിങ്കിങ് ഉണ്ട്. വികാരങ്ങളും അങ്ങനെ തന്നെയാണ്. വികാരങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ അത് മനസ്സിലാക്കണമെന്നില്ല. ഒരു തീവ്രമായ വികാരം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കും. വികാരങ്ങൾ 3 തലത്തിൽ വരാറുണ്ട്. വളരെ മൈൽഡ് ആയിട്ട് വരും, മോഡറേറ്റ് ആയിട്ട് വരും, ഇന്റൻസ് ആയിട്ട് വരും. തീവ്രമായ വികാരങ്ങൾ ആ സമയത്ത് അത് മനസ്സിലാവും. അതല്ലെങ്കിൽ പലപ്പോഴും ആളുകൾക്ക് മനസ്സിലാവില്ല. ആ വികാരത്തിന്റെ അനുഭവം കഴിഞ്ഞിട്ട് മനസ്സിലാവും. അതായത് എനിക്ക് ഭയങ്കരമായി ദേഷ്യം വന്നു, ഭയങ്കരമായി പേടി വന്നു എന്നൊക്കെ ആളുകൾ പറയുന്നതിന്റെ കാരണം അതാണ്. ഇനി വികാരങ്ങൾ നമ്മളിപ്പോ പലരോടും, മലയാളികളോട് പ്രത്യേകിച്ച്, നിങ്ങൾക്ക് എന്തെങ്കിലും വികാരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ പിന്നെ 4:27 നിങ്ങൾക്ക് എന്തെങ്കിലും വികാരം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും പറയാൻ പറ്റില്ല. ഡു യു എക്സ്പീരിയൻസ് എനി ഇമോഷൻ? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വികാരം തോന്നുന്നുണ്ടെങ്കിൽ ക്യാൻ യു റൈറ്റ് ഇറ്റ് ഇൻ ദ ചാറ്റ് ബോക്സ്? ഡു യു എക്സ്പീരിയൻസ് എനി ഫീലിംഗ്, എനി ഇമോഷൻ അറ്റ് ദിസ് മോമെന്റ്? സാധാരണ മലയാളികൾ പറയാവുന്ന വികാരത്തെ പറ്റി പറയുന്നത് എനിക്ക് ഭയങ്കരമായ വിശപ്പ് തോന്നുന്നു അല്ലെങ്കിൽ ദാഹം വരുന്നു എന്നൊക്കെയാണ്. ഈ ദാഹം വരുന്നതും വിശപ്പ് വരുന്നതൊന്നും വികാരമല്ല. കാരണം അതൊരു ബോഡിയുടെ കെമിക്കൽ റിയാക്ഷൻ ആണ്. ഉദാഹരണം, നമ്മൾ 4 മണിക്ക് ചായ കുടിക്കുന്ന ആളുകൾ, നിങ്ങൾ പലരും ഇന്ന് ചായ കുടിച്ചോന്ന് അറിഞ്ഞുകൂടാ. 4 മണിക്ക് ചായ കുടിച്ച ശീലമുള്ള ആളുകൾ ഒരു 3:30 ആകുമ്പോഴത്തേനും നമ്മുടെ വയറിൽ ഡൈജസ്റ്റീവ് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്തിടും. അത് ലഞ്ച് 1 മണിക്കാണെങ്കിൽ ഒരു 12:30 ആകുമ്പോഴത്തേനും ആ സമയത്തുണ്ടാകുന്ന ഒരു ബോഡിയുടെ ഒരു റിയാക്ഷൻ ആണത്. ഇനി എനിക്ക് ഭയങ്കരമായ വിശപ്പ് വരുന്നു എന്ന് പറഞ്ഞ ഒരാളെ നമ്മൾ വഴക്ക് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഉടനെ വിശപ്പ് മാറും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളെ ആരെങ്കിലും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആളുടെ അച്ഛനോ അമ്മയോ ബന്ധപ്പെട്ടോ ആരെങ്കിലും നിങ്ങളെ കാരണത്തോടോ അല്ലെങ്കിൽ അകാരണമായിട്ട് വഴക്ക് പറഞ്ഞാൽ ഡു യു ഗോ ടു കിച്ചൺ ആൻഡ് ഈറ്റ് സംതിങ്? യു കനോട്ട്. നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നും, വിശപ്പ് കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടു പോകും. ഇത് നിരന്തരമായിട്ട് സംഭവിക്കും. ഇത് 95% ആളുകൾക്കും അങ്ങനെയാണ്. പക്ഷെ ഒരു 5% ആളുകൾ ആരെങ്കിലും വഴക്ക് പറഞ്ഞാൽ ഉടനെ പോയി ഭക്ഷണം കഴിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ വഴക്ക് ഇങ്ങനെ കേട്ട് നിരന്തരമായിട്ട് ഒരു ഹാബിറ്റ് ആയതുകൊണ്ട് പിന്നെ അവർക്ക് അതൊരു പ്രശ്നമല്ല. അതിങ്ങനെ ഇൻസുലേറ്റ് ചെയ്യാന്ന് പറയും. നമ്മൾ വയറൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇൻസുലേറ്റ് ചെയ്യില്ലേ, അതുപോലെ തന്നെ ഷോക്ക് അടിക്കാതിരിക്കാൻ വേണ്ടി. അതുപോലെ വികാരം അവരെ സ്വാധീനിക്കാതിരിക്കാൻ വേണ്ടി അവരങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. ദാറ്റ് ഈസ് നോട്ട് കോൺഷ്യസ്ലി ഡൺ, ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ദ മേക്ക് ഓഫ് സച്ച് പീപ്പിൾ. അതാണ് നമ്മൾ കാണുന്നത്. അപ്പം വികാരങ്ങളും വികാരങ്ങൾ സാധാരണ നമ്മൾ പറയുന്ന 4 തരം വികാരങ്ങളെ മനുഷ്യനുള്ളൂ. അത് വളരെ മൈൽഡ് ആയിട്ട് വരും, മോഡറേറ്റ് വരും, ഇന്റൻസ് ആയിട്ട് വരും. അതിന്റെ വകഭേദങ്ങളുണ്ട്. ഉദാഹരണത്തിന് സന്തോഷം ഒരു വികാരമാണ്, ദുഃഖം വേറൊരു വികാരമാണ്, പേടി വേറൊരു വികാരമാണ്, പിന്നെ ദേഷ്യം. അപ്പൊ നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ പറയാം ഗ്ലാഡ് ഫീലിംഗ്, സാഡ് ഫീലിംഗ്, മാഡ് ഫീലിംഗ്, ആങ്കർ, ഹേറ്റ്രഡ്, ഹോസ്റ്റിലിറ്റി, അങ്ങനെ. പിന്നെ സ്കെയർഡ് ഫീലിംഗ്, എല്ലാം എൻഡ് ഇൻ ഡി. ഗ്ലാഡ്, മാഡ്, സാഡ്, സ്കെയർഡ്. അപ്പൊ ഈ 4 തരത്തിലുള്ള വികാരങ്ങളാണ് പൊതുവെ നമ്മൾ മനുഷ്യനെ പറ്റി പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു വികാരം, ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മൾ അനുഭവിക്കുക. ചിലപ്പോൾ മിക്സ്ഡ് ആയിട്ട് വരും, സന്തോഷവും ദുഃഖവും ഒരുമിച്ച് വരും, അതുപോലെ പേടിയും ദേഷ്യവും ഒരുമിച്ച് വരാം. ഇങ്ങനെ ഇതൊക്കെ മിക്സ്ഡ് ഫീലിങ്സ് എന്ന് പറയും. അപ്പൊ ഈ നമ്മുടെ തന്നെ വികാരങ്ങളെ കൃത്യമായിട്ട് ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവുണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് മലയാളികൾക്ക് ഇത് പലപ്പോഴും കഴിയാത്തത്? കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊച്ചുങ്ങളായിരുന്നു, ചെറുപ്പത്തിലെ കുട്ടികൾ അധികം കാണിക്കുന്ന ഒരു വികാര പ്രകടനം ഇറിറ്റേഷനാണ് അല്ലെങ്കിൽ ആങ്കർ ആണ്. ഇപ്പൊ കുട്ടി എന്തെങ്കിലും ചോദിക്കുന്നു, അമ്മ കൊടുക്കുന്നില്ല, ഉടനെ കൊച്ച് കരയോ ബഹളം വയ്ക്കുകയോ വലിച്ചെറിയോ ചെയ്യും. അപ്പൊ നമ്മൾ ഉടനെ റിലന്റ് ചെയ്യും, അത് എടുത്തു കൊടുക്കും, അല്ലെങ്കിൽ കുട്ടിയെ അടിക്കും.
അപ്പൊ എന്താ സംഭവിക്കുന്ന വെച്ചാൽ കുട്ടിക്ക് 6 വയസ്സുള്ള കുട്ടികൾക്ക് ശരി തെറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല. നല്ലത് ചീത്ത എന്നുള്ള ഒരു ആ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടില്ല. 6 വയസ്സുള്ള കുട്ടികൾ സാധാരണ ചെയ്യുന്നത് ദേ ഇമിറ്റേറ്റ് ഓർ ഇമ്പൾസീവ് ആയിട്ട് ഇത് ചെയ്യും, അല്ലെങ്കിൽ ചില ഇൻഡ്യൂട്ടീവ് ചില ബിഹേവിയർ ഉണ്ട് കുട്ടികൾക്ക്. അതുകൊണ്ടാണ് ചില 4-5 വയസ്സുള്ള കുട്ടികളൊക്കെ ഒരു പ്രൊഫസർ സംസാരിക്കുന്ന പോലെയൊക്കെ സംസാരിക്കും. അതിന് കാരണം അതാണ്. പക്ഷേ ശരി തെറ്റ് എന്നുള്ള കോൺസെപ്റ്റ് അവിടെ വളർന്നില്ല. പിന്നെ എങ്ങനെ അവർ ബിഹേവ് ചെയ്യുന്നത്? റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്. നമ്മളൊരു കുട്ടിയോട് പറയാണ് ഒരു കിസ് തന്നു കഴിഞ്ഞാൽ ഒരു മിഠായി തരാന്ന് പറഞ്ഞാൽ കുട്ടി 2 കിസ് തരും, 2 മിഠായി കിട്ടാൻ വേണ്ടി, അത്രേ ഉള്ളൂ. അതേസമയം നമ്മളൊരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടി അത് ചെയ്യില്ല, കാരണം അടിയെ പേടിച്ചിട്ടല്ല, അത് ശരിയോ തെറ്റ് മനസ്സിലാക്കിയിട്ടല്ല. അപ്പൊ 6 വയസ്സ് വരെയും നിർഭാഗ്യവശാലും കുട്ടികളെ ഒരു കാരണവശാലും ഫിസിക്കലായിട്ട് അടിക്കാനോ അബ്യൂസ് ചെയ്യാനോ പാടില്ല. അവർക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കാം, പക്ഷെ അത് അവർക്ക് നോളജ് ലെവലിൽ ഉൾക്കൊള്ളണമെന്നില്ല. പക്ഷേ ദേ മേ ബി ഫോളോ യു ബിക്കോസ് ഓഫ് ദ ഡിവോഷൻ, റെസ്പെക്ട് ആൻഡ് ലവ്, കെയർ ആൻഡ് ഓൾ. അപ്പോൾ ഒരു സ്നേഹപൂർവമായ ഒരു അന്തരീക്ഷത്തിൽ കുട്ടി വളർന്നാൽ മാത്രമേ ഈ വൈകാരികമായ തരത്തിലുള്ള വളർച്ച പൂർണ്ണമായിട്ട്. നിർഭാഗ്യവശാലും നമ്മുടെ കുടുംബങ്ങളിൽ പലപ്പോഴും അതില്ല. അത് നമ്മുടെ കുറ്റമല്ല, നമ്മുടെ പേരൻസ് അത് പഠിച്ചിട്ടില്ല, നമ്മുടെ ഗ്രാൻഡ് പേരൻസ് അവരെ പഠിപ്പിച്ചിട്ടില്ല. സോ ദർ ഇസ് എ ലക്കുന, ഒരു ഡെഫിഷ്യൻസി ഉണ്ട്. അത് മാറ്റിയെടുക്കണമെങ്കിൽ കുറച്ചുകൂടി ആഴത്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമാണ്. മൂന്നാമത്തെ തലം ഞാൻ പറഞ്ഞു പേഴ്സണാലിറ്റിയിലെ ബിഹേവിയർ തലമാണ്. ഈ ബിഹേവിയർ പലപ്പോഴും കോൺഷ്യസ് ആയിട്ടുള്ള ബിഹേവിയർ ആവണമെന്നില്ല. കോൺഷ്യസ് ആയ ബിഹേവിയർ ഉണ്ട്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നു, നിങ്ങൾ ആരെങ്കിലും അത് മനസ്സിലാക്കി എഴുതുന്നു, ഇത് വളരെ കോൺഷ്യസ് ബിഹേവിയർ ആകാം. പക്ഷെ അതേസമയം തന്നെ നിങ്ങൾക്ക് വരാവുന്ന വേറൊരു കാര്യം, ഇങ്ങനെ റിഫ്ലെക്സ് ഒരു ബിഹേവിയർ ഉണ്ടാകും, ഒരു ഹാബിച്വൽ ബിഹേവിയർ. ഉദാഹരണത്തിന് നമ്മളുടെ പല പെരുമാറ്റങ്ങളും റിഫ്ലെക്സ് ആണ്, ഹാബിച്വൽ ആണ്. ഇപ്പൊ ആരെങ്കിലും കണ്ണിന്റെ അടുത്ത് കൈ ചൂട്ടി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കണ്ണടയ്ക്കും, അല്ലെങ്കിൽ മാറും. ഇത് ചിന്തിച്ചിട്ട് ചെയ്യുന്നതല്ല. അല്ലെങ്കിൽ വണ്ടി ഓടിച്ച് സ്കൂട്ടറോ കാറോ ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരാൾ ചാടിക്കഴിഞ്ഞാൽ, കുട്ടി ചാടിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ബ്രേക്ക് ഔട്ടും. അത് വളരെ ബുദ്ധിപരമായിട്ട് ആലോചിച്ച് ചിന്തിക്കുന്നതല്ല. ഇതിനാണ് റിഫ്ലെക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കെല്ലാവർക്കും ഈ കോൺഷ്യസ് ബിഹേവിയർ ഉണ്ട്, റിഫ്ലെക്സ് ബിഹേവിയർ ഉണ്ട്. അപ്പൊ പേഴ്സണാലിറ്റിയെ പറ്റി മനഃശാസ്ത്രപരമായിട്ട് നോക്കുമ്പോൾ ചിന്താതലത്തിൽ 2 തരമുണ്ട്. കോൺഷ്യസ് ബിഹേവിയർ ഉണ്ട്, കോൺഷ്യസ് തിങ്കിങ് ഉണ്ട്, ഫാന്റസി തിങ്കിങ് ഉണ്ട്. വികാരത്തിൽ കോൺഷ്യസ് ഫീലിംഗ് ഉണ്ട്, നോട്ട് സോ കോൺഷ്യസ് ഫീലിംഗ് ഉണ്ട്. ഉദാഹരണത്തിന് നമ്മൾ വെൻ യു ഫീൽ എക്സ്പീരിയൻസ് ജലസി, ഒരു അസൂയ തോന്നിക്കഴിഞ്ഞാൽ ഒരിക്കലും അത് പെട്ടെന്ന് മനസ്സിലാവില്ല. പിന്നീട് നമുക്ക് മനസ്സിലാവും എനിക്ക് അസൂയ കൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ പെരുമാറിയെന്നൊക്കെ. ആദ്യ രംഗത്ത് അത് മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല. പിന്നെ മൂന്നാമത്തെ ബിഹേവിയർ, കോൺഷ്യസ് ബിഹേവിയർ, റിഫ്ലെക്സ് ബിഹേവിയർ. അപ്പൊ ഇങ്ങനെ 6 തലത്തേക്ക് നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി. ഇത് ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു മൂല്യബോധത്തിലേക്കും നമ്മുടെ മനോഭാവത്തെ മനസ്സിലാക്കാനൊക്കെ സാധിക്കും. അങ്ങനെയാണ് നമ്മൾ അവയർനെസ് ഡെവലപ്പ് ചെയ്യുക. ഇനി നമ്മൾ പറഞ്ഞു നോളജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോളജ് നമുക്ക് കിട്ടുന്ന 5 സെൻസസിലൂടെ കൂടെയാണ്. അതിനെ പ്രോസസ് ചെയ്ത് കിട്ടുന്ന ഒരു പ്രോഡക്റ്റിനാണ് നോളജ് എന്ന് പറയുന്നത്. ഇനി അവബോധം എങ്ങനെ കിട്ടുക? നമുക്കൊരാൾക്ക് അവബോധം കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ സർക്കാരൊക്കെ ബോധവൽക്കരണം എന്ന് പറഞ്ഞിട്ട് കോടിക്കണക്കിന് രൂപ ചെലവാക്കാറുണ്ട്. ക്ലാസ്സുകൾ എടുക്കുക, സെമിനാർ നടത്തുക. അതുകൊണ്ടൊന്നും അവബോധം വളരണമെന്നില്ല. നോളജ് ഇൻക്രീസ് ചെയ്യും. അവബോധം ഉണ്ടാകണമെങ്കിൽ നമ്മളുടെ ഹ്യൂമൻ എക്സ്പീരിയൻസിനെ അത് വിമർശനാത്മകമായിട്ട് വിചിന്തനം ചെയ്യാനായിട്ടുള്ള കഴിവ് വേണം, ചോദ്യം ചെയ്യാനുള്ള കഴിവ് വേണം. നിർഭാഗ്യവശാലും നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ അത് പഠിപ്പിക്കുന്നില്ല. ചോദ്യം ചെയ്യുന്ന ഒരിക്കലും അനുവദിക്കാത്ത ഒരു വിദ്യാഭ്യാസ പ്രക്രിയ നമുക്കുള്ളത്. അധ്യാപകനെല്ലാം അറിയാം, അധ്യാപകൻ പറഞ്ഞു കേട്ടാൽ മതി, അധ്യാപകൻ പറഞ്ഞത് അല്ലെങ്കിൽ അധ്യാപിക പറയുന്നത് എഴുതി വെച്ച് കഴിഞ്ഞാൽ മാർക്ക് കിട്ടുന്ന സംസ്കാരം നമുക്കുള്ളൂ. അതേസമയം എന്തുകൊണ്ട് അങ്ങനെയല്ല, വൈ നോട്ട് ബി ഡിഫറെന്റ് എന്ന് ചോദ്യം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ഇനി നമ്മൾ തന്നെ എക്സ്പീരിയൻസ് എടുക്കൂ. നമ്മൾ 100 കണക്കിന് ആളുകളെ കാണുന്നു. ചില ആളുകളോട് നമുക്ക് വളരെ ഇഷ്ടം തോന്നും, വളരെ എളുപ്പത്തിൽ അവരോട് സംസാരിക്കാൻ പറ്റും, വളരെ അടുപ്പം തോന്നും. ചില ആളുകളോട് ഒട്ടും തോന്നില്ല, അവർ നല്ല മനുഷ്യരായിരിക്കും. വൈ ഇറ്റ് ഈസ് ഹാപ്പൻ? ചില ആളുകളെ നമുക്ക് ഇഷ്ടപ്പെടുകയും ചില ആളുകൾ ഇഷ്ടപ്പെടാതില്ല. ഇതിനെന്താണ് ശാസ്ത്രീയമായ കാരണം? അതല്ലെങ്കിൽ നമ്മൾ അധ്യാപകരായാലും തന്നെ ചില അധ്യാപകരോട് നമുക്ക് അടുപ്പം തോന്നും, ചിലരോട് തോന്നില്ല. കൂട്ടുകാരും അതുപോലെ തന്നെ ക്ലാസ്മേറ്റ്സിനോട് തോന്നും. ഇതെല്ലാം നമുക്ക് നിരന്തരമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനെപ്പറ്റി വ്യക്തമായ ഒരു ഉൾക്കാഴ്ച. അപ്പൊ അവബോധം എന്ന് പറയുന്ന ഒരു ഉൾക്കാഴ്ചയാണ്, വേറെസ് നോളജ് ഈസ് കമ്മിങ് ഫ്രം ഔട്ട്സൈഡ്. അപ്പോൾ പുറംകാഴ്ചയും ഉൾക്കാഴ്ചയും തമ്മിലുള്ള വ്യത്യാസമാണ് ബേസിക്കലി നോളജ് ആൻഡ് അവയർനെസ് എന്ന് പറയുന്നത്. ഈ അവയർനെസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്കുണ്ടാകുന്ന എക്സ്പീരിയൻസിനെ, അത് സന്തോഷമുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും, ദുഃഖകരമായ എക്സ്പീരിയൻസ് ആയിരിക്കും, ഇതിനെ നമ്മൾ റിഫ്ലക്ട് ചെയ്യാൻ സാധിക്കും. വൈ ദിസ് ഹാപ്പൻസ് ടു മീ? എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ സംഭവം? എനിക്ക് എന്തുകൊണ്ട് ചില ആളുകൾ ഇഷ്ടാവുന്നു, ചില ആളുകൾ നമുക്ക് ഇഷ്ടാവുന്നില്ല, ചില ആളുകളോട് എനിക്ക് വളരെ എളുപ്പത്തിൽ ഇടപെടാൻ സാധിക്കുന്നു, ചിലരോട് സാധിക്കുന്നില്ല. ഇതെല്ലാം നമ്മളുടെ പേഴ്സണാലിറ്റിയുടെ ചില പ്രത്യേകത കൊണ്ടാണ് എന്നുള്ളൊരു ഉൾക്കാഴ്ച നമുക്ക് വേണം. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഒരാളെ നമുക്ക് ഇഷ്ടമില്ലാത്ത അയാളുടെ പെരുമാറ്റം എനിക്ക് ഇഷ്ടമില്ല, അയാൾ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമില്ല, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടമില്ല എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും എക്സ്റ്റേണലൈസിംഗിലും ദ ബേസിക് ഫാക്ട് ഈസ് ദാറ്റ്
എൻ്റെ ഇപ്പോഴത്തെ ഈ പേഴ്സണാലിറ്റിയിൽ ഈ വ്യക്തിയോട് ഇടപെടാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. അത് എൻ്റെ ഒരു പരിമിതിയാണ്. അത് കുറ്റമല്ല, അത് നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കിയതല്ല. നമ്മളുടെ വളർച്ചയിൽ നിന്ന്, നമ്മളുടെ പ്രത്യേകിച്ച് ബാല്യകാലത്തിലുള്ള കുടുംബ ജീവിതത്തിലെ സംസ്കാരത്തിൽ നിന്ന്, നമ്മുടെ മതപരമായ കാര്യങ്ങളിൽ നിന്ന്, സംസ്കാരങ്ങളിൽ നിന്ന്, ഐഡിയോളജിക്കൽ ഫ്രെയിമിൽ നിന്ന്, പൊളിറ്റിക്കൽ തിങ്കിങ്ങിൽ നിന്നൊക്കെ നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റമാണ്. ഈ ബിലീഫ് സിസ്റ്റം എന്ന് പറയാൻ നമ്മൾ പലപ്പോഴും മതത്തിലുള്ള വിശ്വാസം മാത്രമല്ല, സംസ്കാരത്തില്, ഐഡിയോളജിയില്, പ്രത്യയശാസ്ത്രങ്ങളില്, രാഷ്ട്രീയത്തിലൊക്കെ നമുക്ക് ചില വിശ്വാസ പ്രമാണങ്ങളുണ്ട്. അതെല്ലാം നമ്മുടെ ചിന്താതലത്തിനെ വളരെ സ്വാധീനിച്ചുകൊണ്ടിരിക്കും. ചിന്തയെ നമ്മൾ സ്വാധീനിച്ചു കഴിയുമ്പോൾ എന്ത് പറ്റി, നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ ദാറ്റ് വിൽ അഫക്ട് യുവർ ഇമോഷൻ, ദാറ്റ് വിൽ അഫക്ട് യുവർ ബിഹേവിയർ. ഇതാണ് നമ്മളുടെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോവാണ്. പ്ലീസ് വെയിറ്റ് എ മിനിറ്റ്, ദെൻ ഐ വിൽ എക്സ്പ്ലെയിൻ ടു യു. Can you see the screen now? Yes. Okay. Let me put in the. All right. So we are talking about the self-awareness and self-esteem. Okay. അത് എങ്ങനെയാണ്, how do you experience എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. What is awareness? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. അവബോധം എന്ന് പറയുന്നത് എന്താണ്? Awareness is all encompassing process that affect our thinking, our feeling, our behavior, our values and our attitude. ഈ 5 കാര്യങ്ങൾ, നമ്മുടെ ചിന്ത, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ, നമ്മുടെ മനോഭാവങ്ങൾ, നമ്മുടെ മൂല്യങ്ങൾ, ഈ 5 കാര്യങ്ങൾ നമുക്ക് സമഗ്രമായിട്ട്, ഇത് ശരിയോ തെറ്റോ നല്ലതോ ചീത്തയെന്നോ അല്ല നോക്കുന്നത്. ഇറ്റ് ഇസ് പാർട്ട് ഓഫ് അവർ ലൈഫ്. നമ്മൾ വി ഷുഡ് നെവർ യൂസ് ദ വേർഡ് ദാറ്റ് റൈറ്റ് ആൻഡ് റോങ്. വാട്ട് ഈസ് എ ഡിസൈറബിൾ, നോൺ ഡിസൈറബിൾ, അക്സെപ്റ്റബിൾ, നോൺ അക്സെപ്റ്റബിൾ, ഇതാണ് വാല്യൂ ന്യൂട്രൽ വേർഡ്സ്. അത് മാത്രമേ നമുക്ക് ഉപയോഗിക്കാവൂ നമ്മുടെ എക്സ്പീരിയൻസ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ നോളജ് വിൽ നോട്ട് ചേഞ്ചസ്. വേറെ നമുക്ക് നോളജ്, ഇപ്പൊ ഒരു പേടിയെ പറ്റി ഒരു അറിവുണ്ടാവുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ അസ്വസ്ഥ ഉണ്ടാവും. അതേസമയം തന്നെ അവയർനെസ് ഈസ് ഹീലിംഗ്. നമുക്കൊരു ഏതെങ്കിലും വസ്തുയെ പറ്റി, പേടിയെ പറ്റിയായാലും നമ്മളുടെ ദേഷ്യത്തെ പറ്റിയായാലും ഒക്കെ ഒരു ഉൾക്കാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ബിക്കം ഹീലിംഗ്. അതിനെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്. ഇത് എങ്ങനെയാ ഉണ്ടാക്കുക? ദ പ്രോസസ് എന്താ? ഫസ്റ്റ് ഓഫ് ഓൾ അവർ എക്സ്പീരിയൻസ്. വാട്ട് ഈസ് അവർ എക്സ്പീരിയൻസ്? നമ്മളുടെ എക്സ്പീരിയൻസിന് വിശദമായിട്ട് നമ്മൾ നോക്കിക്കാണാൻ സാധിക്കണം. ഒരു കണ്ണാടിയിൽ കൂടെ നോക്കുന്ന പോലെ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് വിത്ത് കളേർഡ്. ദെൻ അതിനെ നമ്മൾ ക്രിട്ടിക്കലായിട്ട് റിഫ്ലക്ട് ചെയ്യണം, ചോദ്യം ചെയ്യണം. വൈ ദിസ് ഹാപ്പൻ ടു മീ, നോട്ട് ദ ഇവന്റ്. എനിക്ക് ആ സമയത്തുണ്ടായ വികാരവും, ആ സമയത്തുണ്ടായ എൻ്റെ ചിന്തയും, ആ സമയത്തുണ്ടായ പെരുമാറ്റ രീതികൾ, ഇതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ദാറ്റ് വിൽ ലീഡ് യു ടു എ ക്രിട്ടിക്കൽ അവയർനെസ്. അതിനെയാണ് അവയർനെസ് എന്ന് പറയുന്നത്. നമുക്കൊരു നൈവ് അവയർനെസ് ഉണ്ടാവാം. എനിക്ക് ചൂട് തോന്നുന്നു, അല്ലെങ്കിൽ എനിക്ക് നല്ല സുഖം തോന്നുന്നു, ഇതെല്ലാം നൈവാണ്. ക്രിട്ടിക്കൽ അവയർനെസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ഇമ്പൽ യു ഫോർ എൻ ആക്ഷൻ. അതാണ് അതിന്റെ ലീഡിങ് പോയിന്റ്. ദാറ്റ് വിൽ ലീഡ് യു ഫോർ എ ക്രിയേറ്റീവ് ആക്ഷൻ. ഈ അവയർനെസ് ഇല്ലാത്ത പല നമ്മളുടെ ആക്ഷനും ക്രിയേറ്റീവ് ആവണമെന്നില്ല, ചിലപ്പോൾ ഈവൻ ഡിസ്ട്രക്റ്റീവ് ആകും. ആൻഡ് ദാറ്റ് അലോൺ ബ്രിങ് ചേഞ്ച് ഇൻ ലൈഫ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ മാറ്റം ഉണ്ടാകണമെങ്കിൽ ഇത്തരം ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകാതെ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു ചെപ്പടി വിദ്യയില്ല. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാത്തതിന് കാരണം. നമ്മൾ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ദാറ്റ് ഈസ് നോർമൽ പ്രോസസ്. പക്ഷേ ഒരു വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള, വളരെ ആഴത്തിലുള്ള ഹ്യൂമനൈസേഷൻ പ്രോസസ് വരുന്നില്ല. മനുഷ്യന്റെ ബുദ്ധി വളരുന്നുണ്ട്, പക്ഷേ മനുഷ്യന് മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാനുള്ള കഴിവും കൂടിക്കൊണ്ടിരിക്കുന്നു. നമ്മളുടെ ഇപ്പൊ ക്രിമിനൽ ടെൻഡൻസികൾ എടുത്തു നോക്കൂ. എന്തെല്ലാം പുതിയ നിയമങ്ങൾ വേണ്ടി വരുന്നു. കാരണം ഓരോ ക്രൈം ഉണ്ടാവുമ്പോൾ അതിനെ ഡീൽ ചെയ്യാനാണ് നിയമങ്ങൾ. ഇപ്പൊ പോക്സോ ആക്ട്, സെക്ഷൽ അബ്യൂസിനാണ്, കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്ന നിയമം ഉണ്ടായിട്ട് അധികം നാളായില്ല, 2012 ഉണ്ടായുള്ളൂ. ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, കുട്ടികളുടെ ബാലനീതി നിയമം 2000 2015 കംപ്ലീറ്റ് ആയിട്ട് മാറ്റേണ്ടി വന്നു. കാരണം ഇന്നുണ്ടാകുന്ന പല പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്യാൻ ഇപ്പോൾ ഉള്ള നിയമങ്ങൾക്ക് സാധിക്കുന്നില്ല. അതാണ് അതിന്റെ സത്യം. അതുകൊണ്ട് ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയാൽ മാത്രമേ ഒരു പുതിയ ഹ്യൂമാനിറ്റിയെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റുള്ളൂ. അതിലുപരി നമുക്ക് സന്തോഷവും സമാധാനമുള്ള ജീവിതം. നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനം ഇല്ലെങ്കിൽ വാട്ട് ഈസ് ദ യൂസ് ഓഫ് ലൈഫ്? ബിക്കോസ് നമുക്ക് പണം സമ്പാദിക്കാം, ജോലി സമ്പാദിക്കാം, വിദ്യാഭ്യാസം നേടാം. പക്ഷേ ഇഫ് യു ഡോണ്ട് ഹാവ് ഇന്നർ പീസ് ആൻഡ് ഹാപ്പിനെസ്, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദിസ്? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അവയർനെസ്. മിയർ നോളജ് ഈസ് നോട്ട് ഇനഫ്. ഇനി എന്താണ് 3 തരത്തിലുള്ള അവയർനെസ്സിനെ പറ്റി നമ്മൾ പറയാറുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് സെൽഫ് അവയർനെസ്. ആത്മാവബോധം എന്ന് പറയും സെൽഫ് അവയർനെസ്. പല ആളുകൾക്ക് ഈ സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് എൻ്റെ കഴിവുകളെ പറ്റി ഒരു ലിസ്റ്റാണ്. അതല്ല, അതൊരു സെൽഫ് നോളജ് ആണ്, ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് ആണ്. അതുകൊണ്ട് മാറ്റം ഉണ്ടാവണമെന്നില്ല. എനിക്ക് പേടിയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട്, ഇത് അറിഞ്ഞുകൊണ്ടൊരു ഗുണമില്ല.
Why it happened, if you get an insight, then it's a difference. അതുകൊണ്ടാണ് നമ്മൾ ഈ why എന്നുള്ള ചോദ്യം ചോദിക്കുന്നത്. When you experience something, so social awareness also same. ഒരു സാമൂഹ്യ അവബോധം എന്ന് പറയുന്നത് ഇവിടെ എത്ര ആളുകൾക്ക് തൊഴിലില്ല, എത്ര ശതമാനം ആളുകൾ പാവപ്പെട്ടവരാണെന്ന് അറിഞ്ഞുകൊണ്ട് കാര്യമില്ല. ആ നിലനിൽക്കുക അത് എല്ലാവർക്കും അറിയാം. മിക്കവാറും എല്ലാ രാഷ്ട്രീയക്കാർക്കും അറിയാം. എല്ലാ വർഷവും ഇക്കണോമിക് റിവ്യൂല് നമ്മുടെ സാമ്പത്തിക അവസ്ഥയെ പറ്റി അല്ലെങ്കിൽ സാമൂഹിക അവസ്ഥയെ പറ്റി പറയാറുണ്ട്. 10 വർഷത്തിലൊരിക്കലും നമുക്ക് ജനസംഖ്യ എടുക്കുമ്പോൾ സെൻസസ് റിപ്പോർട്ടിൽ വരും. അതുകൊണ്ട് കാര്യമില്ല. പക്ഷെ ഇത് എന്തുകൊണ്ടുണ്ടായി, അതിന്റെ ഒരു ഇൻസൈറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് മാറ്റം ഉണ്ടാകൂ. മൂന്നാമത്തെ ഏരിയ ഗോഡ് അവയർനെസ് ഒരു വാല്യൂ പറയും. ചിലർക്ക് വ്യക്തിപരമായിട്ട് ദൈവത്തിൽ വിശ്വാസം ഉണ്ടാവണമെന്നില്ല, പക്ഷെ മൂല്യത്തെ പറ്റി ഒരു ബോധ്യമുള്ളവരായിരിക്കും സമൂഹം. അതായത് എന്തൊക്കെ ശരി, എന്തൊക്കെ തെറ്റ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ മൂല്യം, വാട്ട് ഈസ് ദാറ്റ് അഫക്ട് മീ, തീരുമാനം എടുക്കുന്ന പ്രക്രിയയില്. ഉദാഹരണം ഹ്യൂമൻ ഡിഗ്നിറ്റി, ഹ്യൂമൻ ഫ്രീഡം. നമ്മളെ സംബന്ധിച്ചും ഫ്രീഡം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫ്രീഡം ഓഫ് ലൈഫ്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, അത് വളരെ അത് എന്നൊക്കെ നമ്മളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകുന്നോ നമ്മൾ അടിമകളായി തീരുന്നു. നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് നമുക്ക് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം നമുക്ക് വെറുതെ ആളുകളെ തെരഞ്ഞെടുക്കാനുള്ള അവകാശം മാത്രമല്ല, നമ്മളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാനും നിലനിൽക്കുന്ന വ്യവസ്ഥയിൽ പോരായ്മകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനും അതിനെ വിമർശനാത്മകമായിട്ട് വിമർശിക്കാനും ഒക്കെ ഉള്ള അവകാശം ഇത് ഭരണഘടന തന്നിട്ടുള്ളതാണ്. ഇത് ഭരണഘടന എടുത്തു മാറ്റാൻ ഒരാൾക്കും സാധ്യമല്ല. പക്ഷെ അതിനുള്ള ചില പ്രവണതകൾ നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് കാണുന്നു. അതൊക്കെയാണ് നമ്മളെ അസ്വസ്ഥരാക്കുന്നത്. അപ്പം വ്യക്തിപരമായിട്ട് എന്നെ പറ്റിയുള്ള എനിക്ക് ഉൾക്കാഴ്ചകൾ വേണം. എൻ്റെ കഴിവുകേടുകളും മാത്രമല്ല, അത് എന്തുകൊണ്ടുണ്ടാകുന്നു, 2 സമൂഹത്തിൽ നടക്കുന്ന ഡൈനാമിക്സ് എന്താണ്, 3ാമത് എൻ്റെ മൂല്യബോധം, നമ്മുടെ സമൂഹത്തിന്റെ മൂല്യബോധം, നമ്മുടെ സംസ്കാരം, ആ സംസ്കാരത്തിന്റെ നല്ല വശങ്ങൾ എന്താണ്, എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നതിനെ പറ്റിയുള്ള ഉൾക്കാഴ്ച. ഇതിനെയാണ് നമ്മൾ അവയർനെസ് എന്ന് പറയുന്നത്. ഇനി സെൽഫ് അവയർനെസ് എങ്ങനെ ഉണ്ടാക്കാം? നമ്മൾ ഒന്ന് നമ്മുടെ ബോഡിയെ പറ്റിയുള്ള അവയർനെസ് ആണ്. കാരണം ബോഡി ഈസ് അവർ ഐഡന്റിറ്റി. നമ്മുടെ ബോഡി, നമ്മുടെ മുഖം കണ്ടിട്ട് ആളെ തിരിച്ചറിയുന്നത്. നമ്മൾ മുഖം മറിച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഇപ്പോഴീ മാസ്ക് ഒക്കെ ധരിച്ചു കഴിയുമ്പോൾ പ്രശ്നമാണ്. പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ആരാണെന്ന് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നില്ല. സോ ഫേസ് ഇസ് അവർ ഐഡന്റിറ്റി, ബോഡി ഈസ് ആൻ ഐഡന്റിറ്റി. അപ്പം നമ്മുടെ ബോഡിയെ പറ്റി നമുക്ക് നല്ല അഭിപ്രായമാണോ ഉള്ളത്? ഡു യു ലൈക്ക് യുവർ ബോഡി? ഡു യു റെസ്പെക്ട് യുവർ ബോഡി? ഡു യു ടേക്ക് കെയർ ഓഫ് യുവർ ബോഡി? ഇതെല്ലാം ഈ സെൽഫ് അവയർനെസിന്റെ ഭാഗം. രണ്ടാമത് നമ്മുടെ തോട്ട്സ്, നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ. പലപ്പോഴും നമ്മുടെ അനുവാദമില്ലാതെയാണ് ചിന്തകൾ കടന്നു പോകുന്നത്. നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴും കേൾക്കുമ്പോൾ, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ചില ചിന്തകൾ കടന്നു പോകും പാരലായിട്ട്. ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? സ്വയം കുറ്റപ്പെടുത്തലാണോ മറ്റു പലത്തിലുള്ള കുറ്റപ്പെടുത്തലാണോ ഉള്ളത്? അതെയോ യു ഫീൽ ഗുഡ് അബൌട്ട് ദാറ്റ്? ദർ ഇസ് ലോട്ട് ഓഫ് ഗുഡ്നെസ് ഇൻ ദിസ് വേൾഡ്. അതുകൊണ്ടാണ് ഈ ലോകം മുന്നോട്ട് പോകുന്നത്. അപ്പൊ ചിന്തകൾ, നിങ്ങളുടെ വ്യക്തമായ ചിന്തകളെ വിശകലനം ചെയ്യാനും അതിനെ മനസ്സിലാക്കാനും സാധിക്കുമോ? അടുത്തത് നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ വികാരങ്ങളെ പറ്റി നമുക്ക് വ്യക്തമായ ധാരണയുണ്ടോ? എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന വികാരം ഏതാണ്? പ്രിഡോമിനന്റ് ഇമോഷൻ ഏതാണ്? ഏത് ഇമോഷനാണ് എന്നെ കീഴ്പ്പെടുത്തുന്നത്? കാരണം ചില ഇമോഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ അറിവില്ലാതെ വരും. പ്രത്യേകിച്ച് ദേഷ്യം വരുമ്പോൾ എന്താ സംഭവിക്കുക? എൻ്റെ കണ്ണ് ചുമക്കും, മുഖം കറക്കും, പല്ലൊക്കെ കടിക്കും, പിന്നെ പറയുന്ന വാക്കുകളൊന്നും ഡിക്ഷണറിയിൽ ഉണ്ടാവില്ല. ഇതാണ് പലപ്പോഴും തീവ്രമായ ദേഷ്യം സംഭവിക്കുന്നത്. നമ്മുടെ ബോഡി അരക്കെട്ടിന് മുകളിലുള്ള ഭാഗം വളരെ ആക്റ്റീവ് ആവും, നമ്മുടെ ശ്വാസകോശം വളരെ വേഗത്തിലാവും. ഇതൊക്കെയാണ് നമുക്ക് ദേഷ്യം വരുമ്പോൾ സംഭവിക്കുന്നത്. ആ സമയത്ത് ഒരുപക്ഷെ നമ്മളറിയില്ല, ഒരു കുറച്ചു നേരത്തേക്ക് നമ്മൾ അബ്നോർമൽ ആവും. അപ്പോഴാണ് നമ്മൾ ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യുകയും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത്. പിന്നീട് നമുക്ക് അതേപ്പറ്റി കുറ്റബോധം തോന്നും. ഇനി പേടി വന്നാൽ നമ്മൾ അല്പനേരത്തേക്ക് ഇൻകപ്പാസിറ്റേഡ് ആവും. കാരണം പേടി വരുമ്പോഴേ നമ്മുടെ അരക്കെട്ടിന് താഴെയുള്ള ഭാഗമാണ് ആക്റ്റീവ് ആകുക. ഉദാഹരണത്തിന് നമ്മൾ പാമ്പിനെ പേടിയുള്ള ആൾ മുറി തുറക്കുമ്പോൾ ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ എന്ത് സംഭവിക്കും? നമ്മളുടെ പേടി നമ്മളെ അഫക്റ്റ് ചെയ്യും. ഉടനെ നമ്മൾ തിരിഞ്ഞോടിയില്ലെങ്കിൽ, കാലിനൊക്കെ നല്ല ബലം വരും ആ സമയത്ത്, തിരിഞ്ഞോടിയില്ലെങ്കിൽ നമ്മൾ തലയിറ്റി അവിടെ വീഴും. കാരണം പേടി കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടിൽ നിന്ന് സ്വാഭാവികമായിട്ട് ബ്ലഡ് ബ്രെയിനിലേക്ക് പമ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് തലയിട്ട് വരുമ്പോൾ നമ്മൾ വീഴുകയോ കിടക്കുകയോ ചെയ്യും. ഒരു 7-8 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ബ്ലഡ് ബ്രെയിനിൽ വരും. അപ്പൊ കണ്ണ് തുറക്കും, പാമ്പില്ല. അപ്പൊ നമ്മുടെ പേടി പോയി. വാസ്തവത്തിൽ സംഭവിക്കുന്നത് നമ്മൾ വീണ് കഴിയുമ്പോൾ പാമ്പ് പേടിച്ചു പോയി. അതുകൊണ്ടാണ് നമ്മൾ സംഭവിച്ചത്. അപ്പോൾ നമുക്ക് ഭയങ്കരമായ പേടി വന്നാലും ഭയങ്കരമായ ദേഷ്യം വന്നാലും കുറച്ചു നേരത്തേക്ക് നമ്മൾ അബ്നോർമൽ ബിഹേവിയർ സാധ്യമാണ്. മൈൽഡ് അബ്നോർമാലിറ്റി എന്ന് നമുക്ക് പറയാം. അത് മാഡ്നസ് അല്ല, പക്ഷേ ദാറ്റ് ഈസ് എ ടൈം വി ബിക്കം എ ന്യൂറോട്ടിക് പേഴ്സൺ അറ്റ് ദാറ്റ് ടൈം. അപ്പൊ നമുക്ക് നോർമൽ പേഴ്സൺ ഉണ്ട്, രണ്ടാമത്തത് ന്യൂറോട്ടിക് പേഴ്സണാലിറ്റി ഉണ്ട്, അവർ കാര്യങ്ങൾ അറിയാം പക്ഷെ എന്താ ചെയ്യണമെന്ന് അറിയില്ല. മൂന്നാമത് സൈക്കോട്ടിക് പേഴ്സൺ, അവരെയാണ് നമ്മൾ മാഡ് പീപ്പിൾ എന്ന് പറയുന്നത്. ക്രേസി പീപ്പിൾ എന്ന് പറയുന്ന അവരാണ് സൈക്കോട്ടിക് പേഴ്സണാലിറ്റി. അവരെന്താ ചെയ്യണമെന്ന് അവർക്ക് അറിഞ്ഞൂടാ, അവരുടെ ചിന്തയ്ക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല, അവർ പറയുന്ന കാര്യത്തിൽ പരസ്പരം എന്താ ഉണ്ടാവില്ല. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ദ മാഡ് പീപ്പിൾ.
അപ്പൊ ഈ all these things can affect through our emotions. And finally, our behavior. നമ്മുടെ ബിഹേവിയർ സോഷ്യലി അക്സെപ്റ്റബിൾ ആണോ അല്ലയോ, അത് നമുക്ക് തന്നെ ഒരിക്കലും പറയാൻ പറ്റില്ല. എൻ്റെ ബിഹേവിയർ വളരെ നല്ലതെന്നാണ് നമ്മളൊക്കെ വിചാരിക്കുക. നമ്മൾ പലപ്പോഴും പറയില്ലേ, കണ്ണാടിയിൽ നോക്കുന്ന മുഖം ഏറ്റവും സുന്ദരമെന്ന് നമുക്ക് എല്ലാവർക്കും തോന്നും. പക്ഷേ സൗന്ദര്യത്തിന് ചില അളവുകോലുകൾ ഉണ്ടാകാം. പക്ഷേ ഈ ഓൾസോ വി നോ ദാറ്റ് ദ ബ്യൂട്ടി ഈസ് ഓൺ ദ ഐസ് ഓഫ് ദ ബിഹോൾഡർ. കാണുന്ന ആളുടെ കണ്ണിലാണ് നമ്മുടെ ബ്യൂട്ടിയെ പറ്റിയുള്ള കോൺസെപ്റ്റ് ഉള്ളത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ചില ആളുകൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ഹാൻസം ആയിട്ട് തോന്നും, ചിലർക്ക് തോന്നില്ല. ദാറ്റ് ഇസ് നോട്ട് ബിക്കോസ് നമ്മുടെ പ്രശ്നം അല്ല, അത് അവരുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നം. അതുപോലെ തന്നെയാണ് ഈ ബിഹേവിയറും. നമ്മുടെ ചില ബിഹേവിയർ ആളുകൾക്ക് ഇഷ്ടാവണമെന്നില്ല, ചിലർക്ക് വളരെ ഇഷ്ടാവും. അപ്പൊ നമുക്ക് വളരെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ യു മസ്റ്റ് ആസ്ക് ഫോർ ദെൻ ആൻഡ് ഹൗ ഡു ഐ പ്രസന്റ് മൈസെൽഫ്, എന്റെ ബിഹേവിയറിൽ എന്തെങ്കിലും ന്യൂനതകളോ പോരായ്മകളോ ഉണ്ടോ എന്ന് നമ്മുടെ സുഹൃത്ത് പറഞ്ഞുതരും. നമ്മളുടെ സുഹൃത്തല്ലാത്ത ആളെ ഒരിക്കലും അത് പറഞ്ഞു തരില്ല. ഇനി നമ്മൾ എങ്ങനെയാ അത് ഫോളോ അപ്പ് ചെയ്യുക? ഒന്ന്, നമുക്ക് റിലാക്സേഷൻ എക്സസൈസ് ആവശ്യമാണ്. നമുക്ക് ഫിസിക്കൽ റിലാക്സേഷൻ മാത്രമല്ല, മെന്റൽ റിലാക്സേഷൻ വേണം. പ്രത്യേകിച്ച് 40 വയസ്സ് കഴിഞ്ഞ ആളുകൾ ഒരു അരമണിക്കൂറെങ്കിലും ഡെയിലി നടക്കണമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പോൾ നമുക്ക് ദാറ്റ് ഈസ് ഫിസിക്കൽ എക്സസൈസ്. മെന്റൽ റിലാക്സേഷൻ ആവശ്യമാണ്. തുടർച്ചയായിട്ട് നമ്മൾ ഹെവി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു ഫെറ്റീഗ് വരും, ദാറ്റ് ക്യാൻ അഫക്ട് അവർ സെൽഫ്. സോ വി നീഡ് സം ഡെവലപ്പ് എക്സസൈസസ്. ഡയറി റൈറ്റിംഗ് ഇസ് അനദർ ഇമ്പോർട്ടന്റ് തിങ്. ഡയറി റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ കാലത്ത് ഇത്ര മണിക്ക് എഴുന്നേറ്റു, ഇത്ര മണിക്ക് കിടന്നു എന്നുള്ളതല്ല. വാട്ട് ഹാപ്പൻസ് ടു അസ് എ ഡേ. നമുക്ക് ഓരോരുത്തർക്ക് എന്തെങ്കിലും ഇൻസൈറ്റ് ഉണ്ടായോ? ഇപ്പൊ ഇന്ന് നമ്മൾ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഉൾക്കാഴ്ച കിട്ടണമെങ്കിൽ അത് എഴുതി വെക്കണം. ഞാൻ 73-74 കോളേജിൽ പഠിച്ച, 71 മുതൽ 74 വരെ കോളേജിൽ പഠിച്ച ആളാണ്, ഡിഗ്രിക്ക് പഠിച്ച ആളാണ്. അതിനുശേഷമാണ് ഞാൻ ജസ്റ്റിസ് ഫാദർ ആവാനായിട്ട് പോയത്. അന്ന് ഇങ്ങനെ സെമിനാറുകൾക്കൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ ഒരു ഡയറിയിൽ ഒരു പേജ് എഴുതി വെക്കും, അന്ന് കേട്ട കാര്യങ്ങളുടെ ഒരു സമ്മറി. ഇന്നും ആ ഡയറി എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ എനിക്ക് കുറച്ച് ക്ഷീണം തോന്നുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡയറി എടുത്തൊന്ന് പേജിൽ മറിച്ച് കഴിഞ്ഞാൽ വിതിൻ 5 to 10 minutes ഐ ഗെറ്റ് എനർജൈസ്ഡ്. അപ്പൊ ഈ ഡയറി റൈറ്റിങ്ങിന്റെ ഒരു ഗുണം അതാണ്, നമുക്ക് ചെറുപ്പത്തിലുള്ള ഉൾക്കാഴ്ചകൾ പിന്നീട് നമുക്കത് റിക്കവർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളൊക്കെ മറന്നു പോകും കുറച്ച് കഴിയുമ്പോൾ. മൂന്നാമത്തെ ഏരിയയുള്ള സെൽഫ് ഡിസ്ക്ലോഷർ. നമ്മൾ ആരോടെങ്കിലും തുറന്ന് സംസാരിക്കാൻ പഠിക്കണം. 1-2 പേര്. മെന്ററിംഗ് ആണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മളുടെ സ്പൗസ് വിവാഹം കഴിച്ചവരാണെങ്കിൽ, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ, എല്ലാവരോടും നമുക്കത് സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തുറന്ന് പറയുന്ന ശീലമുള്ള ആളുകൾക്ക് സാധാരണഗതിയിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഓവർകം ചെയ്യാൻ പറ്റും. ചില ആളുകൾക്ക് ടെൻഷൻ ഓവർകം ചെയ്യാൻ പറ്റുന്ന കാരണം ദേ ഹാവ് നോബഡി ടു ഷെയർ വിത്ത്. കാരണം അവർക്ക് ആരെയും വിശ്വാസമില്ല, അങ്ങനെ പരിശീലിച്ചിട്ടില്ല. പലരുമായിട്ട് കൂട്ടുകാരുണ്ടാവും, പലരും ഇഷ്ടമായിരിക്കും, പക്ഷെ ആരോടും സ്വയം തുറന്ന്, കാരണം പേടിയാണ്. ഞാനിങ്ങനെ പറഞ്ഞ ആൾ എന്നെ സ്നേഹിക്കുമോ, അല്ലെങ്കിൽ എന്നെ വെറുക്കുമോ, എന്നെ ഒറ്റപ്പെടുത്തുമോ എന്നൊക്കെയുള്ള പേടിയുള്ളതുകൊണ്ടാണ്. സോ ഇഫ് യു ക്യാൻ ഗെറ്റ് റിഡ് ഓഫ് ദ ഇന്നർ ഫിയർ ആൻഡ് ദാറ്റ് ഫ്രീഡം വിൽ ഡെവലപ്പ്. അങ്ങനെ തുറന്ന് സംസാരിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് കൗൺസിലിങ്ങിലൊക്കെ സംഭവിക്കുന്ന അതാണ്, തുറന്ന് ആരോടെങ്കിലും സംസാരിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ശീലമുള്ളവർക്ക് ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും പെട്ടെന്ന് ഓവർകം ചെയ്യാൻ സാധിക്കുന്നതായിട്ട് കാണുന്നു. ഇനി ഹൗ ഡു യു സീ യുവർ സെൽഫ്? ദാറ്റ് ഈസ് എൻ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്. നമ്മളുടെ ഒന്ന്, യുവർ സെൽഫ് ഇമേജ് ഈസ് ഹൗ യു സീ യുവർ സെൽഫ് റാദർ ദാൻ എ റിഫ്ലക്ഷൻ ഓഫ് ഹൗ അതേഴ്സ് സീ യു ഓർ ഹൗ യു വുഡ് ലൈക്ക് ടു ബി. It radically affect your self-esteem. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു സെൽഫ് എസ്റ്റീം ഉണ്ട്, സെൽഫ് ഇമേജ് ഉണ്ട്. അത് മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് കരുതുന്നല്ല, എനിക്ക് എന്നെ പറ്റി എന്താണ്, ഞാൻ ഹൗ ഡു ഐ സീ മൈ സെൽഫ്. എനിക്കൊരു വിലയിരുത്തലുണ്ട് എന്നെ പറ്റി. നമ്മൾ എഴുതി വെച്ച് കാണില്ല, പക്ഷെ എപ്പോഴും അതിങ്ങനെ തെറ്റി ഐ എം ഗുഡ്, ഐ എം നോട്ട് ഗുഡ്, ഐ ക്യാൻ ഡു, ഐ കനോട്ട് ഡു, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് അതിൽ നിന്ന് വരുന്നത്. ആ സെൽഫ് ഇമേജ് നമ്മൾ ശരിക്ക് കണ്ടുപിടിക്കണം. ദാറ്റ് അഫക്ട് യുവർ സെൽഫ് എസ്റ്റീം. നമുക്ക് ആത്മാഭിമാനം എന്ന് പറയുന്നത് ഈ നമ്മളെ പറ്റിയുള്ള നമുക്ക് ഓരോരുത്തർക്ക് കാഴ്ചപ്പാടിൽ നിന്നുണ്ടാകുന്നതാണ്. എ നെഗറ്റീവ് സെൽഫ് ഇമേജ് ക്യാൻ ബി എ ക്രിപ്ലിംഗ് ഹാൻഡിക്യാപ്പ് ആൻഡ് ക്യാൻ ഇൻഹിബിറ്റ് അവർ എബിലിറ്റി ടു റിലേറ്റ് ടു അതർ പീപ്പിൾ. എ ഹെൽത്തി സെൽഫ് ഇമേജ് ഓൺ ദി അതർ ഹാൻഡ് ഈസ് പ്രഷ്യസ് കമ്മോഡിറ്റി. അപ്പൊ നമുക്ക് ഒരു നെഗറ്റീവ് സെൽഫ് ഇമേജ് ഉള്ളത്, അതായത് ഞാൻ കൊള്ളില്ല, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും പരാജയമൊക്കെ നമുക്ക് എല്ലാവർക്കും സംഭവിച്ചോണം, പക്ഷെ അതിനെ മാത്രം ശ്രദ്ധിക്കുകയും അതാണ് എൻ്റെ ജീവിതത്തിന്റെ ഈ പരാജയത്തിന് ഏറ്റവും വലിയ കാരണം എന്ന് പറയും, അതിങ്ങനെ തേട്ടി വരികയും ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ബിക്കം എ ഹാൻഡിക്യാപ്പ്. ജീവിതത്തിൽ വന്ന ഏത് പരാജയവും നമ്മളുടെ മുന്നോട്ടുള്ള ഒരു ചവിട്ടുപടിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം എവറിബഡി ഹാസ് ഫെയിൽഡ് ഇൻ ദിസ് വേൾഡ്. നിങ്ങൾക്കറിയാലോ, തോമസ് ആൽവ എഡിസൺ എത്രാമത്തെ പ്രാവശ്യമാണ് ബൾബ് കണ്ടുപിടിച്ചത്, എത്ര പ്രാവശ്യം എക്സ്പെരിമെന്റ് നടത്തി. ഓരോ എക്സ്പെരിമെന്റിലും അങ്ങനെ സംഭവിക്കും. ഒരിക്കലും ആദ്യത്തെ ഇതിൽ ഇപ്പൊ ഉദാഹരണം നമ്മൾ പ്രസംഗിക്കാനോ പാട്ട് പാടാനോ സ്റ്റേജിൽ കയറിയിട്ട് ആദ്യത്തെ പ്രാവശ്യം ആളുകൾ കളിയാക്കി കഴിഞ്ഞാൽ പലർക്കും പിന്നീട് പ്രസംഗിക്കാനോ പാടാനോ പറ്റാറില്ല. കാരണം ദാറ്റ് അഫക്ട് ദം സോ റാഡിക്കലി, സോ നെഗറ്റിവിറ്റി. അപ്പൊ ഒരു നമ്മുടെ ഒരു ഹെൽത്തി സെൽഫ് ഇമേജ് ഉണ്ടാക്കാനായിട്ട് വളരെ ആവശ്യമാണ്. ദാറ്റ് ഇസ് എ പ്രഷ്യസ് കമ്മോഡിറ്റി. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഫ്രണ്ട്സ് വേണം.
നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊരു വാക്യൂമിൽ സ്വയം ഇമാജിൻ ചെയ്തിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. വി നീഡ് എ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഫ്രം പീപ്പിൾ. നമ്മൾ എത്ര പേര് നമ്മുടെ മാതാപിതാക്കളുണ്ട് യു ആർ എ ഗുഡ് ബോയ് അല്ലെങ്കിൽ ഗുഡ് ഗേൾ, നീ ജനിച്ച പിന്നെ എനിക്ക് സന്തോഷം എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ടോ? ഒരിക്കലും കേൾക്കാറില്ല നമ്മുടെ നാട്ടിൽ. നമ്മൾ ഇങ്ങനെയൊന്നും പോരാ, അയൽവക്കത്തെ കുട്ടിയെ നോക്ക്, അവളോ അല്ലെങ്കിൽ അവനോ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്താലേ രക്ഷയുള്ളൂ. ഇങ്ങനെ നിരന്തരമായിട്ട് മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു കുടുംബ വ്യവസ്ഥയാണ് നമുക്ക് പലപ്പോഴും ഉള്ളത്. അതുകൊണ്ട് നമുക്കൊരു പോസിറ്റീവ് സ്ട്രോക്ക് എൻകറേജ്മെന്റ് പലപ്പോഴും കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും മൈ ഫാദർ ലവ്സ് മീ സോ മച്ച്? ഓഫ് കോഴ്സ് ദേ ലവ് ബിക്കോസ് ദേ ഗിവ് യു ലോട്ട് ഓഫ് മണി. ബട്ട് എനിക്കൊരു നല്ല വാക്ക് കിട്ടിയിട്ടുണ്ടോ? ഇത് നമ്മളെ തീർച്ചയായിട്ടും അഫക്റ്റ് ചെയ്യും. നമ്മളുടെ സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ പീപ്പിൾ വിത്ത് ഗുഡ് സെൽഫ് ഇമേജ് സീ ദംസെൽഫ് ആസ് ബീയിങ് ലൈക്ഡ്, വാണ്ടഡ്, ഏബിൾ, വർതി, അക്സെപ്റ്റബിൾ ആൻഡ് ബീയിങ് കേപ്പബിൾ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ഇതാണ് നല്ല സെൽഫ് ഇമേജ് ഉണ്ടായാൽ ഗുണം. അവർക്ക് അവരെ പറ്റി തന്നെ ബോധ്യം ഉണ്ടാവും. അവർക്ക് നല്ല അക്സെപ്റ്റൻസ് തോന്നും. അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള കഴിവ് ആ ബോധ്യം ഉണ്ടാവും. Although difficult to change, your self-image can be altered in a variety of ways so that it can be consolidated into a healthier reflection of your true self. You do not need to remain trapped in a prison of negative self-image. The belief that change is possible, plus a little determination, will set you on your way to improving your self-image and maintaining a healthy level of self-esteem. അപ്പോൾ നമുക്കൊരു നല്ല സെൽഫ് എസ്റ്റീം ഉണ്ടാവണമെങ്കിൽ നമ്മളുടെ സെൽഫ് ഇമേജിനെ നമ്മൾ മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനും അതിലെ പോരായ്മകൾ മാറ്റാനും നമുക്ക് സാധിക്കണം. വി ഓൾ ആർ ബേസിക്കലി ഗുഡ് പീപ്പിൾ. വി ആർ വെരി കേപ്പബിൾ പീപ്പിൾ. നമുക്ക് ചില പോരായ്മകളും പരാജയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത് എല്ലാവർക്കും സംഭവിച്ചിട്ടുള്ള. അതിനെ മറികടക്കാനുള്ള കഴിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമുക്ക് ഫിസിക്കൽ എനർജി ഉള്ളതുപോലെ തന്നെയാണ് സൈക്കിക് എനർജി ഉള്ളത്. ഈ സൈക്കിക് എനർജി വിൽ ഗിവ് യു എ സപ്പോർട്ട് സോ ദാറ്റ് യു ക്യാൻ ചേഞ്ച് യുവർ സെൽഫ് സോ വെൽ. വൺസ് യു ആർ ചേഞ്ച് യു ഹെൽപ്പ് അതേഴ്സ് ടു ഗ്രോ. നമ്മളുടെ ഒരു മാറ്റം ഉണ്ടായില്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ വളർത്താൻ പറ്റില്ല. നമ്മൾ മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കും. ഇതെങ്ങനെ കണ്ടുപിടിക്കാനുള്ള ചില ഉപാധികളാണ് പറയുന്നത്. ഇഫ് യു ഡു നോട്ട് ഫീൽ ഗുഡ് അബൌട്ട് യുവർ സെൽഫ്, വാട്ട് ഹാപ്പൻസ് ടു യു? ചെക്ക് യുവർ സെൽഫ്. ഈ 5 കാര്യങ്ങൾ ശരിയാണോ എന്ന്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മേക്ക് കോൺടാക്ട് വിത്ത് അതർ പീപ്പിൾ. നിങ്ങൾക്ക് പുതിയ ആളുകളായിട്ട് കോൺടാക്ട് ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളെ പറ്റി നല്ല അഭിപ്രായം ഇല്ലെങ്കിൽ. കാരണം നിങ്ങൾ എപ്പോഴും റിജക്ട് ചെയ്യപ്പെടും എന്നുള്ള പേടി ഉണ്ടാവും. പ്രത്യേകിച്ച് പ്രേമ നൈരാശ്യമോ അങ്ങനെ ബന്ധങ്ങളിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായവർക്ക് ഇത് വളരെ കൂടുതലായിരിക്കും. 2, it is difficult and more energy and time consuming to make decisions that are right for you. ഈ സെൽഫ് എസ്റ്റീം കുറഞ്ഞ ആളുകളുടെ പ്രത്യേകത, അവർ ഒരിക്കലും തീരുമാനം എടുക്കില്ല. അങ്ങനെ തീരുമാനം എടുക്കാൻ, ഇനി അഥവാ തീരുമാനം എടുത്താലും നടപ്പിലാക്കാൻ അവർക്ക് പ്രയാസമായിരിക്കും. 3, it is difficult to bring these decisions to practice. ഒരിക്കലും നടപ്പിലാക്കില്ല. അതാണ് അതിന്റെ പ്രശ്നം. കാരണം അവർക്ക് എപ്പോഴും പേടിയായിരിക്കും, ഞാൻ ഈ തീരുമാനം നടപ്പിലാക്കി കഴിഞ്ഞാൽ എല്ലാവരും എന്നെ കുറ്റം പറയും, അല്ലെങ്കിൽ എനിക്ക് പഴയ പോലെ പരാജയം സംഭവിക്കും എന്നൊരു മുൻവിധി അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. It is difficult to hear messages telling you that other people love and appreciate you. നമ്മളെ നിരന്തരമായിട്ട് സ്നേഹിക്കുക, അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് ഈ ലോകത്തില്. പക്ഷേ പലപ്പോഴും ഈ നമ്മുടെ സെൽഫ് എസ്റ്റീം മോശമാണെങ്കിൽ നമുക്ക് ആരെങ്കിലും നല്ല അഭിപ്രായം നമ്മളെ പറ്റി പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും അവര് നമ്മൾ എന്തെങ്കിലും കാര്യം നേടാൻ വേണ്ടി നമ്മളെ ഇത് പറയുന്നതാണെന്ന് കരുതും, മുഖസ്തുതി പറയുന്നതാണെന്ന് കരുതും. You spend a lot of time being anxious and worrying about what other people think of you. മറ്റുള്ളവർ നമ്മളെ പറ്റി എന്താ പറയുന്നത് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കും. കാരണം എന്താ, എനിക്ക് എന്നിൽ തന്നെ വിശ്വാസമില്ല. എന്റെ കഴിവുകളെ പറ്റി എനിക്ക് ബോധ്യം ഉണ്ടെങ്കിൽ ഐ ആം കേപ്പബിൾ, ഐ ആം ഏബിൾ ടു ലവ്, ഐ ക്യാൻ ഓൾസോ ഗിവ് ലവ്, ഐ ക്യാൻ റിസീവ് ലവ് എന്ന ബോധ്യമുള്ളവർക്ക് മറ്റുള്ളവരുടെ അഭിപ്രായത്തെ നമ്മൾ റെസ്പെക്ട് ചെയ്യും. അതിന് അത്ര വലിയ വില കൊടുത്ത് പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഇനി ഇഫ് യു ഫീൽ ഗുഡ് അബൌട്ട് യുവർ സെൽഫ്, വാട്ട് ഹാപ്പൻസ്? യു ഫീൽ എനർജറ്റിക് ആൻഡ് അലൈവ്. നിങ്ങൾക്ക് വളരെ സന്തോഷം തോന്നും, വളരെ ആത്മാഭിമാനം തോന്നും, വളരെ എനർജി തോന്നും. You feel that you can solve problems when they arise because you are confident that you can do your best. നമുക്ക് നമ്മുടെ കഴിവുകളെ പറ്റി നല്ല ബോധ്യം തോന്നും. എന്ത് പ്രശ്നം ഉണ്ടായാലും കൈകാര്യം ചെയ്യാൻ ഒരു പരിധിവരെ എനിക്ക് സാധിക്കും എന്നൊരു ആത്മവിശ്വാസം നമുക്കുണ്ടാവും. You have so much more to give to other people and are much freer with your appreciation of this. നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ സന്തോഷം, അവരെ വളർത്തുന്നതിൽ സന്തോഷം, മറ്റുള്ളവർ വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഭിമാനം. ഒരു അധ്യാപകൻ ഉണ്ടാകേണ്ടതാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ വളർന്നു വരുമ്പോൾ ഞങ്ങൾക്കൊക്കെ വളരെ അഭിമാനം. ലയോളയിൽ ഞാൻ 20 കൊല്ലം പഠിപ്പിച്ച ആളാണ്. നമ്മുടെ കുട്ടികൾ വളരെ വലിയ ലെവലിലേക്ക് പോകുമ്പോൾ we all feel happy, so proud of them, and they all want to come back to the college because they have experienced the growth in their life. ഇതാണ് ഒരു അധ്യാപകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. അറിവ് കൊടുക്കാന്ന് മാത്രമല്ല, he must be able to bring change, initiate change in the other people. മറ്റുള്ളവരിൽ നിതാന്തമായ ഒരു സ്വാധീനം ചെലുത്താനും അതുവഴിയായിട്ട് അവരെ വളർത്താനും കഴിയുന്ന ഒരു മാനസികാവസ്ഥയ്ക്ക് നമ്മൾ വളരണം. You are more open to feedback and suggestions from others
ആൻഡ് മോർ വില്ലിംഗ് ടു അക്സെപ്റ്റ് ക്രിറ്റിസിസം ആൻഡ് സജഷൻസ് ഫോർ ചേഞ്ച്. നമ്മൾ എന്ത് ചെയ്താലും ചില പോരായ്മകൾ ഉണ്ടാവും. അപ്പോൾ സെൽഫ് എസ്റ്റീം, നല്ല സെൽഫ് എസ്റ്റീം ഉള്ള ആളുകൾക്ക് ഇതൊരു പ്രശ്നമല്ല. അവർ ദേ വിൽ വെൽക്കം ഫീഡ്ബാക്ക്. ആരെങ്കിലും പറയാണ് അയ്യോ ഇത് ചെയ്ത് ശരിയായില്ല, കുറച്ചുകൂടി മെച്ചപ്പെടുന്നു പറഞ്ഞാൽ ദേ വിൽ ബി ഹാപ്പി. നെക്സ്റ്റ് ടൈം ദേ ക്യാൻ കറക്റ്റ് ഇറ്റ്. ക്രിറ്റിസിസം അവരെ തളർത്തൂല, സജഷൻസ് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. അതേസമയം സെൽഫ് എസ്റ്റീം കുറഞ്ഞ ആളാണെങ്കിലോ നമ്മളൊരു ചെറിയ സജഷൻ പറഞ്ഞാലോ അല്ലെങ്കിൽ ചെറിയൊരു ക്രിറ്റിസിസം നടത്തിയാലോ ദേ വിൽ അപ്സെറ്റ് ആവും, പിന്നെ ഒരിക്കലും നമ്മോട് സംസാരിക്കില്ല. So these are the things basically. I'll stop here.